ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഇന്നലെ ചർച്ചയുണ്ടാവും എന്നുള്ളത് അറിയിച്ചിരുന്നത്. ഇന്നലെ ഫൈനാൻസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാരുമായിട്ടൊരു ചർച്ചയുണ്ടാവുമെന്നും അതിനെ തുടർന്ന് എന്താണ് തീരുമാനങ്ങളെന്നുള്ളത് ഞങ്ങളെ അറിയിക്കാമെന്നുമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ എന്താണ് സാഹചര്യമെന്നറിയില്ല. പക്ഷേ ഇന്നലെ ചർച്ച നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അപ്പം തുടർന്നും ഈ ചർച്ചകൾ എപ്പോഴുണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമെന്നോ ഉള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ചർച്ച എന്തായാലും ഇതുവരെ നടന്നില്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് വളരെ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ദിവസം OPയും സർജറിയും മുടക്കിയുള്ള ഒരു സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. ഏത് ഗവൺമെൻറ് ആയാലും പൊതുജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് ഒരു സമരവും പോകാൻ അനുവദിക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ ഈ സമരം ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബലഹീനതയെ ആ രീതിയിൽ എന്താ പറയുക, ഞങ്ങൾ തോറ്റു പുറകോട്ട് മാറും എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ അങ്ങനെ നിർത്തിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നേ സർക്കാർ, അതായത് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്, അത്രയും ദിവസം ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടി തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ഞങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതെ, ഞങ്ങൾ എന്തായാലും പ്രത്യക്ഷ സമര പരിപാടികളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും. എന്ന് വെച്ച് ഈ സമരം പൂർണ്ണമായി നിർത്തുമെന്ന് ആരും വിചാരിക്കേണ്ട. സമരം കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അതിന് പെരുമാറ്റച്ചട്ടമൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക്. അല്ല, ഞങ്ങൾ രണ്ട് തട്ടിലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരു ആവശ്യം, വളരെ ന്യായമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരാൾക്ക് നീതി ലഭിക്കണമെങ്കിൽ കോടതിയിൽ നിന്ന് മാത്രമേ നീതി ലഭിക്കാവൂ എന്നൊരു നിയമം ഇവിടെയുണ്ടോ? നീതി നമുക്ക് ഓരോ ഘട്ടത്തിലും ലഭിക്കണം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു രോഗി ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ആ രോഗിക്കും നീതി ലഭിക്കണം. അതുപോലെ ഈ പൊതുജനങ്ങൾക്ക് സർക്കാരിൻ്റെ മുന്നിൽ നിന്ന് അവർക്കും നീതി ലഭിക്കണം. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മളെ ഭരിക്കുന്നവരാണ്. അപ്പോൾ അവരത് ഉറപ്പുവരുത്തിയേ മതിയാവൂ. അപ്പോൾ നീതിക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ തന്നെ പോകണം. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വന്നാൽ പോലും ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ വിധികൾ വന്നാലും സർക്കാർ അപ്പീലിന് പോവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കോടതി പോലും ന്യായമാണെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അപ്പീൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ സമരമല്ലാതെ വേറെ വഴിയില്ല. അല്ല, തീർച്ചയായും ആ പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോവുകയല്ലേ. കാരണം ഞങ്ങളുടെ അവസാനം നടന്ന മീറ്റിങ്ങിൽ നമുക്ക് എൻട്രി കേഡറിൻ്റെ ഡ്രോപ്പ് കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേസുകൾ നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം അതിൽ സാധ്യമായത് ചെയ്യാമെന്ന് തന്നെയാണ് ഉറപ്പ് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷവും നാളിത്രയുമായിട്ടും അതിനുശേഷമാണ് ഞങ്ങൾ ശരിക്കും ഈ OP ബോയ്ക്കോട്ടും സർജറി ബോയ്ക്കോട്ടും ഒക്കെ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷവും ഇതുവരെ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. തീർച്ചയായും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ സർക്കാർ നോക്കണമെന്നും അതിലൊരു പരിഹാരം 5-ാം തീയതിക്കകം ഒരു പരിഹാരം കണ്ടെത്തണമെന്നുമാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായും IMA, KGMOA, KGIMOA, ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെൻറ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, അല്ലാതെയുള്ള NGOs എല്ലാവരും തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. IMA പലപ്പോഴായി CM-നെയൊക്കെ അവർ നേരിട്ട് കാണുകയുണ്ടായി, ഹെൽത്ത് മിനിസ്റ്ററെയൊക്കെ നേരിട്ട് കാണുകയുണ്ടായി. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ കത്തുകളും കൊടുക്കുകയുണ്ടായി.
അതെ, ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. അത് തീർച്ചയായും ഞങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ. അതിലൊരു പരിഹാരം ഉണ്ടായേ മതിയാവും. അതെ, തീർച്ചയായും ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ ഈ ഒരു OPയും സർജറിയൊക്കെ ബഹിഷ്കരിച്ച് പോകണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വാഭിമാനത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ഞങ്ങൾ കേവലം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസ് തരാനോ, കോവിഡിന് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഈ ലോകം മുഴുവൻ റെസിഡൻസിന് ഉൾപ്പെടെ അലവൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും കേരളത്തിൽ നമ്മൾ ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഉള്ള ഫെസിലിറ്റീസ് വെച്ച് ഇത്രയധികം ഭംഗിയായി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കുറച്ച് ഇത്രയധികം നല്ല ചികിത്സ നൽകാൻ കഴിഞ്ഞത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ഈ ഡോക്ടർമാരെ, ഇത്രയധികം വർക്ക് ചെയ്ത ഡോക്ടർമാരെ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ പരാതിയിൽ നിന്നാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സമരത്തിലേക്ക് പോകാനുള്ള എനർജിയും വന്നിട്ടുള്ളത്. ഇല്ല, അങ്ങനെ ഞങ്ങൾക്ക് കാരണമൊന്നും ഞങ്ങൾക്കറിയില്ല. നമ്മൾ ഡയറക്ടറെ ബന്ധപ്പെട്ടിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിലും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോർ ഹെൽത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയിപ്പ് ലഭിച്ചത്.